Dear students, next we are going to state Gauss lemma. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. പ്രൂഫ് വേണ്ട, സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. അസ്യൂം n നോട്ട് കോൺഗ്രുവൻറ്റ് ടു 0 മോഡ് p ആൻഡ് കൺസിഡർ ദി ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് മോഡ് p ഓഫ് ദി ഫോളോയിങ് p - 1/2 മൾട്ടിപ്പിൾസ് ഓഫ് n. ഏതൊക്കെയാണ് മൾട്ടിപ്പിൾസ്? n, 2n, 3n എക്സെട്ര അപ് ടു p - 1/2 ഇൻറ്റു n. അപ്പോൾ എത്ര മൾട്ടിപ്പിൾസ് ഓഫ് n ആയി? p - 1/2 മൾട്ടിപ്പിൾസ് ഓഫ് n ആയി. ഇതിനകത്ത് നിന്ന് കൺസിഡർ ദി ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് മോഡ് p എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇഫ് m ഡിനോട്ട്സ് ദി നമ്പർ ഓഫ് ദീസ് റെസിഡ്യൂസ് വിച്ച് എക്സീഡ് p/2. p/2വിനേക്കാൾ കൂടുതൽ വരുന്ന റെസിഡ്യൂസിൻ്റെ എണ്ണം m ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇഫ് m ഡിനോട്ട്സ് ദി നമ്പർ ഓഫ് ദീസ് റെസിഡ്യൂസ് വിച്ച് എക്സീഡ് p/2 ദെൻ n/p ഈക്വൽ ടു -1/m എന്നാണ് റിസൾട്ട് പറയുന്നത്. ഇതാണ് ഗോസ് ലെമ്മയിൽ പറയുന്ന കാര്യം. അപ്പോൾ ഗോസ് ലെമ്മയിൽ ഒരു m ഉണ്ട് കേട്ടോ. ആ m എന്തിനെ ഡിനോട്ട് ചെയ്യുന്നത്? നമ്പർ ഓഫ് ദീസ് റെസിഡ്യൂസ്, അതായത് ഇത്രയും നമ്പേഴ്സിലുള്ള ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂ മോഡ് p ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, അതിൽ തന്നെ p/2വിനേക്കാൾ വലുതായിട്ട് വരുന്ന റെസിഡ്യൂസിൻ്റെ എണ്ണമാണ് m എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ n/p ഈസ് കോൺഗ്രുവൻ്റ് ടു n/p ഈസ് ഈക്വൽ ടു -1/m എന്നാണ് റിസൾട്ട് പറയുന്നത്. ഇതാണ് ഗോസ് ലെമ്മ. ഒന്നുകൂടെ പറയണോ സ്റ്റേറ്റ്മെൻറ്റ്? നമ്മൾ ആദ്യം ഒരു n എടുക്കുന്നു വിച്ച് ഈസ് നോട്ട് എ മൾട്ടിപ്പിൾ ഓഫ് p ആയിട്ട് എടുക്കുന്നു. പിന്നെ നമ്മൾ എന്നിൻ്റെ കുറച്ച് മൾട്ടിപ്പിൾസ് എടുക്കുന്നു. ഏതൊക്കെ മൾട്ടിപ്പിൾസാണ്? n, 2n, 3n എക്സെട്ര അപ് ടു p - 1/2 ഇൻറ്റു n. അത്രയും മൾട്ടിപ്പിൾസ് എടുക്കുന്നു. ഇതിൽ നമ്മൾ ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് മോഡ് p നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഇത്രയും നമ്പേഴ്സിൽ വെച്ച് ലീസ്റ്റ് പോസിറ്റീവ് റെസിഡ്യൂസ് മോഡ് p നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ഇഫ് m ഡിനോട്ട്സ് ദി നമ്പർ ഓഫ് ദീസ് റെസിഡ്യൂസ് വിച്ച് എക്സീഡ് p/2 ആണെങ്കിൽ n/p ഈക്വൽ ടു -1/m. ഇതാണ് റിസൾട്ട്. നെക്സ്റ്റ് നമ്മൾ വേറൊരു തിയറം കൂടെ സ്റ്റേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അടുത്തൊരു തിയറം പ്രൂവ് ചെയ്യാൻ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് m ബി ദി നമ്പർ ഡിഫൈൻഡ് ഇൻ ഗോസ് ലെമ്മ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഗോസ് ലെമ്മ നമ്മൾ എന്തിനാണ് സ്റ്റേറ്റ് ചെയ്തതെന്ന്? ഈ തിയറത്തിൽ നമ്മൾ m എന്ന് പറയുന്നത് ലെറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. ഗോസ് ലെമ്മയിൽ പറഞ്ഞേക്കുന്ന m ആണ് ഇവിടെ നമ്മൾ എടുക്കുന്ന m. ലെറ്റ് m ബി ദി നമ്പർ ഡിഫൈൻഡ് ഇൻ ഗോസ് ലെമ്മ. അപ്പോൾ ഗോസ് ലെമ്മയിൽ m എന്തായിരുന്നു? m ഡിനോട്ട്സ് നമ്പർ ഓഫ് റെസിഡ്യൂസ് വിച്ച് എക്സീഡ് p/2. ദെൻ എമ്മിനെ പറ്റി എന്താ പറയുന്നത്? അങ്ങനെയാണെങ്കിൽ m ഈസ് ഈക്വൽ ടു സിഗ്മ t ഈക്വൽ ടു 1 ടു p - 1/2. പിന്നെ ഇത് എഴുതിയേക്കുന്നത് നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ആ സിമ്പലാണ്. അപ്പോൾ Tn/p, അതുപോലെ പ്ലസ് n-1 ഇൻറ്റു p² - 1/8 മോഡ് 2. അപ്പോൾ എന്താ പറയുന്നത്? ദിസ് m ഈസ് കോൺഗ്രുവൻ്റ് ടു സിഗ്മ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ Tn/p പ്ലസ് n-1 ഇൻറ്റു p² - 1/8 മോഡ് 2 എന്നാണ് പറയുന്നത്. ഇൻ പർട്ടിക്കുലർ ഇഫ് n ഈസ് ഓഡ്, n എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെങ്കിൽ ദെൻ m ഈസ് കോൺഗ്രുവൻ്റ് ടു എന്താ പറയുന്നത്? സിഗ്മ Tn/p മോഡ് 2. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആ തിയറത്തിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ലേ? m എന്ന് പറയുന്നത് ഗോസ് ലെമ്മയിലെ അതേ m തന്നെയാണെങ്കിൽ m ഈസ് കോൺഗ്രുവൻ്റ് ടു സിഗ്മ Tn/pയുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ പ്ലസ് n-1 ഇൻറ്റു p² - 1/8 മോഡ് 2. ഇനി നമ്മൾ എടുക്കുന്നത് ഒരു ഓഡ് n ആണെങ്കിൽ ആ മുകളിൽ പറഞ്ഞ റിസൾട്ട് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഈ ടേം ഒഴിവാക്കിയിട്ട് എങ്ങനെ പറയാം? സിഗ്മ Tn/pയുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ മോഡ് 2 എന്ന് പറയാം. പിന്നെ ഒരു നോട്ടും കൂടെ അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണത്? ഇഫ് p ഈസ് ആൻ ഓഡ് പ്രൈം ദെൻ n/p ഈക്വൽ ടു -1/m. ഈ m എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോസ് ലെമ്മയിൽ സ്റ്റേറ്റ് ചെയ്തേക്കുന്ന m ആണ്. വേറെ m ഈക്വൽ ടു ഗോസ് ലെമ്മയിൽ സ്റ്റേറ്റ് ചെയ്തേക്കുന്ന m ഏത് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട്? m ഹോൾഡ് ചെയ്യുന്ന കണ്ടീഷൻ ആ തിയറത്തിൽ നമ്മൾ ലാസ്റ്റ് പറയുന്നില്ലേ? എന്താണ്? m ഈസ് കോൺഗ്രുവൻ്റ് ടു സിഗ്മ Tn/pയുടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ മോഡ് 2. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വയ്ക്കുക. നമ്മൾ ഇനിയൊരു തിയറം സ്റ്റേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ തിയറത്തിൻ്റെ പേര് ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ എന്നാണ്. എന്താണ്? ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ.
അപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. ഇഫ് പി ആൻഡ് ക്യൂ ആർ ഡിസ്റ്റിങ്ക്ട് ഓഡ് പ്രൈംസ് ദെൻ പി ബൈ ക്യൂ ഇൻറ്റു ക്യൂ ബൈ പി ഈക്വൽ ടു. അപ്പോൾ നമ്മുടെ ഡിസ്റ്റിങ്ക്ട് ഓഡ് പ്രൈംസ് ആണ് പിയും ക്യൂവും. അപ്പോൾ അവരുടെ ലെജൻഡേഴ്സ് സിമ്പിളാണ്. പ്രൈംസ് ആയതുകൊണ്ട് നമുക്ക് ലെജൻഡേഴ്സ് സിമ്പിൾ തന്നെ എടുക്കാമല്ലോ. അപ്പോൾ ലെജൻഡേഴ്സ് സിമ്പിൾ രണ്ട് ടൈപ്പും പറഞ്ഞേക്കുക, പി ബൈ ക്യൂവും ക്യൂ ബൈ പിയും. അപ്പോൾ രണ്ട് ടൈപ്പിലുള്ള ലെജൻഡേഴ്സ് സിമ്പിളും എടുത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും എന്നാണ് റിസൾട്ട്? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് -1 p - 1 ഇൻറ്റു ക്യൂ - 1 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വാഡ്രാറ്റിക് റെസിപ്രോക്കൽ എന്നുള്ള പേര് വരാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഒരിടത്തുള്ളത് പി ബൈ ക്യൂവും പിന്നെ ഉള്ളത് ക്യൂ ബൈ പിയും ഉള്ളത്. അപ്പോൾ പി ബൈ ക്യൂവിൻ്റെ റെസിപ്രോക്കലാണല്ലോ പി ബൈ ക്യൂ. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നത് കൊണ്ടാണ് നമ്മളിതിനെ ക്വാഡ്രാറ്റിക് റെസിപ്രോസിറ്റി ലോ എന്ന് പേര് പറയുന്നത്. അപ്പോൾ നമുക്കിനി അത് പ്രൂവ് ചെയ്യണം. അപ്പം വി ഹാവ് പി ബൈ ക്യൂ ഈക്വൽ ടു -1/m. ഇത് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഗോസ് ലെമ്മയിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിതാ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ട്. പി എന്ന് അതാണ് ഈ നോട്ടായിട്ട് നമ്മൾ എഴുതിയേക്കുന്നത്. ഇഫ് പി ഈസ് ആൻ ഓഡ് പ്രൈം ദെൻ n ബൈ പി ഈസ് ഈക്വൽ ടു -1/m വേർ m ഈസ് കോൺഗ്രുവൻ്റ് ടു സിഗ്മ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷൻ ഓഫ് Tn ബൈ പി mod 2. അപ്പോൾ ഇവിടെ പിയുടെയും എന്നിൻ്റെയും പിയുടെ സ്ഥാനത്ത് എന്ത് വരും? പിയും ക്യൂവും വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. കാരണം ഇവിടെ നമുക്ക് ഓൾറെഡി പി ഓഡ് പ്രൈം എന്നാണ് ഈ നോട്ടിനകത്ത് എഴുതിയേക്കുന്നത്. ഈ തിയറത്തിലും എന്താ എഴുതിയേക്കുന്നത്? പിയും ക്യൂവും ഓഡ് പ്രൈംസ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കത് ഇവിടെ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? പി ബൈ ക്യൂ ഈക്വൽ ടു -1/m വേർ m ഈസ് കോൺഗ്രുവൻ്റ് ടു സിഗ്മ Tn ബൈ പി അല്ലേ? നമ്മുടെ ആ n ബൈ പിക്ക് ഉണ്ടായിരുന്ന റിസൾട്ട് -1/m വേർ m ഈസ് കോൺഗ്രുവൻ്റ് ടു സിഗ്മ Tn ബൈ പി എന്നായിരുന്നു. അപ്പോൾ ഇവിടെ പിയുടെ പൊസിഷൻ, ഇവിടെ എന്നിൻ്റെ പൊസിഷനിൽ എന്തായിട്ട് മാറി? എൻ്റെ പൊസിഷനിൽ പി ആയിട്ട് മാറി, പിയുടെ പൊസിഷനിൽ ക്യൂ ആയിട്ടും മാറി. അപ്പോൾ നമുക്ക് എന്ത് ചേഞ്ച് വരും? കറസ്പോണ്ടിങ് നമുക്ക് കിട്ടുന്ന m എന്തായിരിക്കും? m ഈസ് കോൺഗ്രുവൻ്റ് ടു സിഗ്മ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷൻ ഓഫ് Tp ബൈ ക്യൂ. പിന്നെ ഈ ടി എവിടെ തൊട്ട് ഇടം വരെ വേരി ചെയ്യും? 1 മുതൽ ക്യൂ -1/2 വരെ വേരി ചെയ്യും. അതായത് ഡിനോമിനേറ്റർ എന്താണോ അതിൻ്റെ -1/2 വരെയാണ് വേരി ചെയ്യുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ക്യൂ ബൈ പി നമുക്ക് എഴുതാം. സിമിലർലി തന്നെ നമുക്ക് ക്യൂ ബൈ പി എഴുതാം. ക്യൂ ബൈ പി ഈക്വൽ ടു -1/n. ഓൾറെഡി നമ്മൾ m യൂസ് ചെയ്ത് കഴിഞ്ഞില്ലേ, അതുകൊണ്ട് നമ്മൾ ഇനി അടുത്തതിനെ n എന്ന് വിളിക്കുന്നു. വേർ n ഈസ് കോൺഗ്രുവൻ്റ് ടു സിഗ്മ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീരിയർ ഫംഗ്ഷൻ ഓഫ് എസ് ക്യൂ ബൈ പി വേർ എസ് വേരീസ് ഫ്രം 1 to p - 1/2. അതായത് ഈ ഡിനോമിനേറ്റർ എത്രയാണോ, ഇപ്പോൾ ഇവിടെ ഡിനോമിനേറ്റർ പി അല്ലേ, അപ്പോൾ മുകളിൽ സമ്മേഷൻ്റെ അവിടെ വേരി ചെയ്യുക p - 1/2. ഇവിടെ ഡിനോമിനേറ്റർ ക്യൂ അല്ലേ, അപ്പോൾ മുകളിൽ ടിയുടെ സമ്മേഷനിൽ ടി വേരി ചെയ്യുന്ന 1 മുതൽ ക്യൂ -1/2 വരെ. ഡിനോമിനേറ്റർ എത്രയാണോ അതേ -1/2 ആയിരിക്കും സമ്മേഷനിലെ മാക്സിമം വേരിയേഷൻ വരിക. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ. ഓൾറെഡി നമുക്ക് കിട്ടിയേക്കുന്നത് പി ബൈ ക്യൂവിൻ്റെ വാല്യൂ -1/m ക്യൂ ബൈ പിയുടെ വാല്യൂ -1/n. സോ അവരുടെ പ്രോഡക്റ്റിൻ്റെ വാല്യൂ എന്ത് കിട്ടും? -1/n ഇൻറ്റു -1/m എന്നാണ് വരിക. അതായത് -1/m + n വേർ നമുക്ക് ഇനി ആ m + n വാല്യൂ എങ്ങനെ എഴുതാം? ഓൾറെഡി m ഈസ് കോൺഗ്രുവൻ്റ് ടു ദിസ് വൺ ആൻഡ് n ഈസ് കോൺഗ്രുവൻ്റ് ടു ദിസ് വൺ എന്ന് കിട്ടിയിട്ടുണ്ട്. സോ m + n ഈസ് കോൺഗ്രുവൻ്റ് ടു ദിസ് പ്ലസ് ദിസ് എന്ന് എഴുതാമല്ലോ. രണ്ടും കൂടെ ആഡ് ചെയ്യുക, mod 2 എന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഇംപ്ലൈ ചെയ്യുന്നത്? ആ m + n പകരം നമുക്ക് ഇത് കൊടുത്തൂടെ? ഓൾറെഡി നമുക്ക് ഇങ്ങനൊരു ഇക്വേഷനാണ് ഉള്ളത്. പി ബൈ ക്യൂ ഇൻറ്റു ക്യൂ ബൈ പി ഈക്വൽ ടു -1/m + n. പക്ഷേ m + n കുറിച്ച് നമ്മളിപ്പം ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞത് കൊണ്ട് നമുക്ക് ആ -1/m + n പകരം ആ സമ്മേഷൻ കൊണ്ട് റീപ്ലേസ് ചെയ്യാം. അപ്പം നമുക്ക് എന്താ കിട്ടുക? ഇപ്പം നമുക്ക് കിട്ടിയത് ആ ഡി എന്ന് പറഞ്ഞ് നമ്മൾ നമ്പർ ചെയ്തേക്കുന്നില്ലേ, പി ബൈ ക്യൂ ഇൻറ്റു ക്യൂ ബൈ പി ഈക്വൽ ടു -1/2 രണ്ട് സമ്മേഷൻ്റെ സമ്മായിട്ടാണ് എഴുതിയേക്കുക. പക്ഷെ നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദിസ് ഈസ് ഈക്വൽ ടു -1/p - 1 ഇൻറ്റു ക്യൂ -1 ഡിവൈഡഡ് ബൈ 4 എന്നാണ്. ഇപ്പോൾ അതിൻ്റെ പൊസിഷനിൽ കിടക്കുന്നത് ഇതാ ഈ സമ്മാണ് കിടക്കുക. അപ്പം നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ സം ഈക്വൽ ടു p - 1 ഇൻറ്റു ക്യൂ -1/4 എന്ന് പ്രൂവ് ചെയ്താൽ നമ്മുടെ തിയറത്തിൻ്റെ പ്രൂഫ് കംപ്ലീറ്റ് ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് f of x y ഈക്വൽ ടു qx - py.
നമ്മൾ പുതിയൊരു ഫംഗ്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു ക്യൂ എക്സ് മൈനസ് പി വൈ. ഇഫ് എക്സ് ആൻഡ് വൈ ആർ നോൺ സീറോ ഇൻറ്റിജേഴ്സ് ദെൻ എഫ് ഓഫ് എക്സ് വൈ നോട്ട് ഈക്വൽ ടു സീറോ. അതായത് ഈ എക്സും വൈയും നോൺ സീറോ ആണെങ്കിൽ ഈ പിയും ക്യൂവും ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ പിയും ക്യൂവും ഡിസ്റ്റിങ്ക്റ്റ് ആയതുകൊണ്ട് എന്തായാലും ക്യൂ എക്സും പി വൈയും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ എക്സോ വൈയോ രണ്ടും ഒരുമിച്ച് സീറോ ആയാലേ ഈ ഒരു ഡിഫറൻസ്, അതായത് ക്യൂ എക്സ് മൈനസ് പി വൈ എന്നുള്ളത് സീറോ ആകത്തുള്ളൂ. ശരിയല്ലേ? നമ്മുടെ ടേം ക്യൂ എക്സ് മൈനസ് പി വൈ ആണ്. ഇപ്പം എക്സും സീറോ വൈയും സീറോ ആണെന്നിരിക്കട്ടെ. എക്സും വൈയും സീറോ ആയിക്കഴിഞ്ഞാൽ ഈ സാധനം എന്തായി പോവും? സീറോ ആയി പോവും. ഇനി ഇത് രണ്ടും നോട്ട് ഈക്വൽ ടു സീറോ ആണെന്നിരിക്കട്ടെ. ഇത് രണ്ടും നോട്ട് ഈക്വൽ ടു സീറോ ആണെങ്കിൽ ഈ ഡിഫറൻസ് സീറോ വരുന്ന എപ്പോഴായിരിക്കും? ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ആവുമ്പോഴല്ലേ. പക്ഷേ പിയും ക്യൂവും എന്താണ്? പിയും ക്യൂവും അൺഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ പി എക്സും ക്യൂ വൈയും നമ്മൾ അൺഈക്വലായിട്ടാണ് പറയുന്നത്. ഇപ്പം നോക്കൂ, if x and y are non-zero integers then f of xy not equal to 0. If x takes the values 1, 2, 3 etc. up to p minus 1 by 2 and y takes the values 1, 2, 3 etc. up to q minus 1 by 2, അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈക്ക് ഏതൊക്കെ വാല്യൂസ് കിട്ടും? പി മൈനസ് 1 by 2 ഇൻറ്റു ക്യൂ മൈനസ് 1 by 2 വാല്യൂസ് കിട്ടും. നമ്മളിവിടെ എക്സിനും വൈക്കും ഓരോരോ വാല്യൂസ് കൊടുക്കുക. എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ ക്യൂ എക്സ് മൈനസ് പി വൈ ആ. ഇതിൽ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് 1 മുതൽ പി മൈനസ് 1 by 2 വരെ, വൈക്ക് എടുക്കുന്ന വാല്യൂസും 1 മുതൽ ക്യൂ മൈനസ് 1 by 2 വരെ. അപ്പോൾ അങ്ങനെ ഓരോ വാല്യൂസും എക്സും വൈയും എടുക്കുമ്പോൾ ക്യൂ എക്സ് മൈനസ് പി വൈക്ക് ഉള്ള വാല്യൂസാണ് ഈ പറഞ്ഞേക്കുന്നത്. അത് പി മൈനസ് 1 by 2 ഇൻറ്റു ക്യൂ മൈനസ് 1 by 2 വാല്യൂസ് ആയിരിക്കും. മോർ ഓവർ ഓൾ ദീസ് വാല്യൂസ് ആർ ഡിസ്റ്റിങ്ക്റ്റ്. എല്ലാ വാല്യൂസും ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് അവിടെ പറഞ്ഞേക്കുന്ന കാര്യം ക്ലിയർ ആണോ? അതായത് ഇപ്പം നമ്മൾ എക്സിനൊരു വാല്യൂ, എക്സിന് 2 എന്ന് പറയുന്ന വാല്യൂ കൊടുത്തു, വൈക്ക് നമ്മൾ ക്യൂ മൈനസ് 1 by 2 എന്നുള്ള വാല്യൂ കൊടുത്തു. അപ്പം നമുക്കൊരു ക്യൂ എക്സ് മൈനസ് പി വൈക്ക് ഒരു വാല്യൂ കിട്ടത്തില്ലേ? ഇതുപോലെ നമ്മൾ എക്സിന് വേറെ വാല്യൂ വൈക്ക് വേറെ വാല്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് വൈക്ക് ഓരോരോ വാല്യൂസ് മാറി മാറി കിട്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ നമുക്ക് എക്സിന് ഏതൊക്കെ വാല്യൂസ് കൊടുക്കാം? 1 മുതൽ പി മൈനസ് 1 by 2 വരെയുള്ള വാല്യൂസ് കൊടുക്കാം. അതുപോലെ വൈക്കും നമുക്ക് 1 മുതൽ ക്യൂ മൈനസ് 1 by 2 വരെയുള്ള വാല്യൂസ് കൊടുക്കാം. അപ്പോൾ ഈ എക്സിനും വൈക്കും എത്രയും പോസിബിലിറ്റീസ് ഉണ്ട്? എക്സിന് ഉള്ള പോസിബിലിറ്റീസ് പി മൈനസ് 1 by 2 പോസിബിലിറ്റീസ് ആണ്. വൈക്കുള്ള പോസിബിലിറ്റീസ് ക്യൂ മൈനസ് 1 by 2 പോസിബിലിറ്റീസ് ആണ്. അപ്പം നമ്മുടെ ക്യൂ എക്സ് മൈനസ് പി വൈക്ക് എത്ര പോസിബിലിറ്റീസ് ഉണ്ട്? ദിസ് ഇൻറ്റു ദിസ്, അത്രയും പോസിബിലിറ്റീസ് ഉണ്ട്. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല ഈ എല്ലാ വാല്യൂസും ഡിഫറൻറ്റും ആയിരിക്കും. എക്സിനും വൈക്കും ഓരോ വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫ് ഓഫ് എക്സ് വൈ ഡിഫറൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ടോട്ടൽ ഇത്രയും ഡിഫറൻറ്റ് വാല്യൂസ് കിട്ടും. ഇനി ഈ ഡിഫറൻ്റ് ആണെന്നുള്ളത് നമ്മളിനി ആർഗ്യൂ ചെയ്യാൻ പോവുക. ഈഫ് പോസിബിൾ അസ്യൂം ദാറ്റ് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ്. അതായത് നമ്മൾ എക്സിനും വൈക്കും 2 പെയർ ഓഫ് വാല്യൂസ് എടുക്കുമ്പം കിട്ടുന്ന എഫ് വാല്യൂസ് സെയിം ആണെന്ന് അസ്യൂം ചെയ്യാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന്. ഇപ്പം നമ്മൾ വെറുതെ വാക്കുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന്, നമ്മൾ അതിൻ്റെ റീസൺ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുവാണ് ഈഫ് പോസിബിൾ നമ്മൾ ഒരു സെറ്റ് എക്സും വൈനും വാല്യൂ എടുത്തു, വേറൊരു സെറ്റ് എക്സ് ഡാഷ് വൈ ഡാഷ് എന്ന് പറഞ്ഞ വാല്യൂ എടുത്തു. അപ്പോൾ ഇത് ഉപയോഗിച്ച് കിട്ടുന്ന എന്തായിരിക്കും? ഇത് ഉപയോഗിച്ച് കിട്ടുന്ന എഫിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് വൈ, ഇത് ഉപയോഗിച്ച് കിട്ടുന്നത് എഫ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ് എന്ന് വിചാരിക്കുക. അതാണ് ഇവിടെ എഴുതിയേക്കുന്നത്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഡാഷ് വൈ ഡാഷ്. അപ്പോൾ എഫിൻ്റെ വാല്യൂ എന്താണ്? ക്യൂ എക്സ് മൈനസ് പി വൈ ഈക്വൽ ടു ക്യൂ എക്സ് ഡാഷ് മൈനസ് പി വൈ ഡാഷ്. എക്സിൻ്റെ ടൈം എല്ലാം കൂടെ ഒരുമിച്ച് എഴുതുന്നു. അപ്പോൾ ക്യൂ ഇൻറ്റു എക്സ് മൈനസ് എക്സ് ഡാഷ് മൈനസ് പി ഇൻറ്റു വൈ മൈനസ് വൈ ഡാഷ് ഈക്വൽ ടു 0. ഇത് ആക്ച്വലി എന്താണ്? ഇത് ആക്ച്വലി എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് കോമ വൈ മൈനസ് വൈ ഡാഷിൻ്റെ ഫോർമുലയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. സോ എന്ത് പറയാം നമുക്ക്? എക്സ് മൈനസ് എക്സ് ഡാഷും 0 ആയിരിക്കണം, വൈ മൈനസ് വൈ ഡാഷും 0 ആയിരിക്കണം. കാരണം നമ്മൾ അടുത്ത കണ്ടോ പഴയ പേജിൽ നോക്കൂ, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്സും വൈയും നോൺ സീറോ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ നോൺ സീറോ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? എക്സും വൈയും 0 ആണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? എഫ് ഓഫ് എക്സ് മൈനസ് എക്സ് ഡാഷ് കോമ വൈ മൈനസ് വൈ ഡാഷ് 0 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം ഈ രണ്ട് വാല്യൂസും 0 ആണ്. സോ എക്സ് ഈക്വൽ ടു എക്സ് ഡാഷ് വൈ ഈക്വൽ ടു വൈ ഡാഷ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ ഇതും ഈക്വൽ ആയിരിക്കും. സോ ഡിഫറൻറ്റ് വാല്യൂസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന ഫംഗ്ഷൻ്റെ വാല്യൂവും ഡിഫറൻ്റ് ആയിരിക്കും.
അപ്പോൾ നമ്മുടെ ആർഗ്യുമെൻറ്റ് കറക്റ്റായി. നൗ വി കൗണ്ട് ദി നമ്പർ ഓഫ് പോസിറ്റീവ് വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ ആൻഡ് നമ്പർ ഓഫ് നെഗറ്റീവ് വാല്യൂസ് ഓഫ് എഫ് ഓഫ് എക്സ് വൈ. ഇവിടെ നോക്കൂ, ഈ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഒരു ഡിഫറൻസാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതിന് നെഗറ്റീവും ആകാം പോസിറ്റീവും ആകാം. ഇപ്പം എക്സ് ആണോ വൈ ആണോ വലുത് എന്നുള്ളതിനനുസരിച്ച് വാല്യൂസ് നെഗറ്റീവും പോസിറ്റീവും മാറി മാറി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിനി നോക്കാൻ പോകുന്നത് എഫ് ഓഫ് എക്സ് വൈക്ക് എത്ര പോസിറ്റീവ് വാല്യൂസ് ഉണ്ട്, എത്ര നെഗറ്റീവ് വാല്യൂസ് ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സപ്പോസ് നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞാൽ ക്യൂ എക്സ് മൈനസ് പി വൈ ഗ്രേറ്റർ ദാൻ 0, അതായത് ക്യൂ എക്സ് ഗ്രേറ്റർ ദാൻ പി വൈ. സോ ക്യൂ എക്സ് ബൈ പി ഗ്രേറ്റർ ദാൻ വൈ. ദാറ്റ് മീൻസ് വൈ ഈസ് ലെസ് ദാൻ ക്യൂ എക്സ് ബൈ പി. അതായത് ഓരോ ഫിക്സഡ് എക്സ് എടുത്താലും വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് ക്യൂ എക്സ് ബൈ പി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാം, എഫ് ഓഫ് എക്സ് വൈ പോസിറ്റീവ് ആകുന്നത് വൈയുടെ വാല്യൂ 1 മുതൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് ക്യൂ എക്സ് ബൈ പി വരെയാണ്. കാര്യം എന്താ, ഇവിടെ നോക്ക്, നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് വൈയുടെ വാല്യൂ ലെസ് ദാൻ ക്യൂ എക്സ് ബൈ പി ആകും എപ്പോൾ, എഫ് ഓഫ് എക്സ് വൈ പോസിറ്റീവ് ആകുമ്പോൾ. അപ്പോൾ ഈ ക്യൂ എക്സ് ബൈ പിയേക്കാളും ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, 1, 2, 3 എക്സെട്ര അപ് ടു ക്യൂ എക്സ് ബൈ പി എന്നുള്ള വാല്യൂ വരത്തില്ല. അതിനേക്കാളും ചെറിയ വാല്യൂ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ വരെ ആകാം, അല്ലേ? ഇതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ വൈയുടെ പോസിബിലിറ്റീസ് 1, 2, 3 ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ വാല്യൂ വരത്തില്ല. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ വരെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ എത്ര വാല്യൂസ് കിട്ടും? അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ പോസിറ്റീവ് ആകണമെങ്കിൽ വൈ ഈക്വൽ ടു ഇത്രയും ആവണം. അതുപോലെ തന്നെ എക്സ് ഈക്വൽ ടു 1 ആകുമ്പം വൈയുടെ വാല്യൂസ് എന്തൊക്കെ വരും? എക്സ് ഈക്വൽ ടു 1 ആകുമ്പം വൈയുടെ വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇനി സിമിലർലി നെഗറ്റീവ് ആകുന്ന കേസ് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ എഫ് പോസിറ്റീവ് ആകുന്നത് ഏതൊക്കെ വൈക്കാണെന്നാണ് നമ്മൾ നോക്കിയത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എക്സ് നെഗറ്റീവ് ആകുന്ന ഏതിനാണെന്ന്. അപ്പോൾ എഫ് ഓഫ് എക്സ് വൈ നെഗറ്റീവ് എന്ന് അസ്യൂം ചെയ്യുക. സോ ക്യൂ എക്സ് മൈനസ് പി വൈ ലെസ് ദാൻ 0. സോ ക്യൂ എക്സ് ലെസ് ദാൻ പി വൈ. സോ എക്സ് ലെസ് ദാൻ പി വൈ ബൈ ക്യൂ. അതായത് എക്സ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് പി വൈ ബൈ ക്യൂ. അപ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മളൊരു ഫിക്സഡ് വൈ എടുത്താൽ എക്സിൻ്റെ പോസിബിലിറ്റീസ് 1 മുതൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് പി വൈ ബൈ ക്യൂ വരെ ആകുമ്പോൾ എഫ് ഓഫ് എക്സ് വൈ നെഗറ്റീവ് കിട്ടും. സോ ടോട്ടൽ നമ്പർ ഓഫ് നെഗറ്റീവ് വാല്യൂസ് എത്ര വരും? സിഗ്മ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് പി വൈ ബൈ ക്യൂ വരെ വരും. ഓക്കെ, ഇത് ഒരു ഫിക്സഡ് വൈക്കാണ് കേട്ടോ ഇത്രയും വാല്യൂസ് കിട്ടുന്നത്. അപ്പോൾ ഈ വൈ മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇത്രയും സെറ്റ് ഓഫ് എക്സുകൾ നമുക്ക് കിട്ടും. മനസ്സിലായോ? അതുകൊണ്ടാണ് നമുക്കിവിടെ സമ്മേഷൻ വരുന്നത്. സോ ടോട്ടൽ നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പോസിറ്റീവ് വാല്യൂസ് പ്ലസ് നമ്പർ ഓഫ് നെഗറ്റീവ് വാല്യൂസ് ആണ്. അതെങ്ങനെ കിട്ടും? അത് കിട്ടുക ഇതാ, നമ്മളിപ്പോൾ ഇവിടെ സമ്മേഷൻ പറഞ്ഞില്ലേ, അങ്ങനത്തെ 2 സമ്മേഷൻ, നമ്പർ ഓഫ് പോസിറ്റീവ് വാല്യൂസും നമ്പർ ഓഫ് നെഗറ്റീവ് വാല്യൂസും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് ഈ ടോട്ടൽ വാല്യൂ നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതാണ് അത് നമുക്ക് കിട്ടുക. P-1/2 ഇൻറ്റു Q-1/2 എന്നുള്ളത് കിട്ടുക. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം, ഈ സമ്മേഷന് പകരം നമുക്ക് ഈ പ്രോഡക്റ്റ് റീപ്ലേസ് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു -1/2. ഈ സമ്മേഷന് പകരം നമുക്ക് ഇത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായോ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഈ സ്ഥലത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇവിടെ നമ്മൾ ഒരു ഫിക്സഡ്, ഇവിടെ വൈയുടെ കേസിൽ അത് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ഫിക്സഡ് എക്സ് എടുക്കുമ്പോഴാണ് വൈക്ക് ഇത്രയും പോസിബിലിറ്റീസ് കിട്ടുക. അപ്പോൾ എക്സിന് നമ്മൾ ഓരോ വാല്യൂ എടുക്കുമ്പോഴും എക്സിന് 1 എടുക്കുമ്പോൾ വൈക്ക് കുറേ പോസിബിലിറ്റീസ് ഉണ്ട്, എക്സിന് 2 എടുക്കുമ്പോൾ വൈക്ക് പോസിബിലിറ്റീസ് ഉണ്ട്, എക്സിന് 3 എടുക്കുമ്പോൾ വൈക്ക് പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഓരോ ഫിക്സഡ് എക്സ് എടുക്കുമ്പോഴും നോക്ക്, വൈയുടെ ലാർജസ്റ്റ് വാല്യൂ ഏതാണ്? ക്യൂ എക്സ് ബൈ പി ആണ്. അപ്പോൾ അത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നേരെ തിരിച്ച് നമ്മുടെ ഈ നെഗറ്റീവിൻ്റെ കേസിൽ വൈക്കും. അതുകൊണ്ടാണ് ഇവിടെ ഈ സമ്മേഷൻ വരുന്നത് കേട്ടോ. ഈ സമ്മേഷൻ വരുന്നത് അതുകൊണ്ടാണ്. ഓരോ ഫിക്സഡ് വൈക്കും കറസ്പോണ്ടിങ് ആയിട്ട് എക്സിന് ഇത്രയും വാല്യൂസാണ് വരിക. അതുകൊണ്ടാണ് സമ്മേഷൻ 2 സൈഡിലും 2 കേസിലും സമ്മേഷൻ വരിക. പോസിറ്റീവ് കേസിലും നെഗറ്റീവ് കേസിലും സമ്മേഷൻ വരുന്നത്. ഓക്കെ, അത് നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഈ സമ്മേഷൻ ഉള്ളത് കൊണ്ട് അത് തന്നെ അവിടെ എഴുതിയാൽ മതി. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരത്തില്ല. സമ്മേഷനിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എഴുതാൻ അതുകൊണ്ട് കൺഫ്യൂഷൻ വരത്തില്ല. അത് തന്നെ എഴുതിയാൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി നിങ്ങളതൊന്ന് എഴുതി പഠിച്ചാൽ മതിയേ. താങ്ക് യു.